അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയനാടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വയനാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് തേയിലത്തോട്ടം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തേയിലത്തോട്ടത്താട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളുള്ള എന്നും പറയാറുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ടിങ് ടിങ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകല്ലേ. എന്താ പറയുക, ഒരു ലോകം മൊത്തം ഇങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ. ഫുള്ള് എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം നല്ല നൈസായിട്ട് പൊള്ളിയാട്ടോ. ഇവിടെ കാണാനൊക്കെ നമ്മൾ പുറകിൽ വെക്കണത് ഒരു മല അങ്ങനെ കുറേ ഉണ്ട്. ഞാനൊക്കെ ബാക്ക് ക്യാമറയിൽ ഇട്ടിട്ട് ഞങ്ങൾക്കൊക്കെ കാണിച്ചത് സംഭവം സെറ്റാണ്. നല്ല വൈവാട്ടോ. ഞങ്ങൾ വൈകുന്നേരം ഒരു 5-5:30 ആ ഒരു ടൈമായിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല എന്താ പറയുക, പക്ക പൊള്ളിയാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അഭിമാനിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ പിന്നെ വയനാട് വെച്ച ട്രിപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മുടെ വീട് വയനാടാണ്, അച്ഛൻ്റെ വീട് മലപ്പുറം. എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? അടിപൊളിയല്ലേ? പക്ഷേ അച്ഛൻ്റെ ഏട്ടൻ്റെ വീടൊക്കെ വയനാട് തന്നെ കേട്ടോ. അപ്പം അച്ഛൻ എവിടെയായിരുന്നു, അങ്ങനെ കല്യാണം കഴിഞ്ഞു വയനാട്ടിൽ നിന്ന് തന്നെ അങ്ങനെ നാട്ടിലേക്ക് പോയി. അതാണ് സംഭവം. അല്ലെങ്കിൽ നമ്മൾ പക്ക വയനാട്ടുകാരായിട്ട് ഞാൻ ഈ വയനാട്ടിൽ നിൽക്കേണ്ട ആളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മലപ്പുറത്തേക്ക് എത്തി. പക്ഷേ നമ്മളെ സംസാരത്തിൽ മൊത്തം മലപ്പുറം സ്ലാങ് കേട്ടോ. വയനാട്ടിലേക്ക് എന്നാൽ ഉണ്ട്, വയനാട് ഉണ്ട് ചിലർ പറയുക. പക്ഷെ നമുക്ക് അധികം വായിൽ വരിക പറഞ്ഞാൽ പുജ്ജ് നെച്ച് അങ്ങനത്തെ ഫുള്ള് മലപ്പുറമാണ് നമ്മളെ വായിലുള്ളത് മൊത്തം. എങ്കിലും നമുക്ക് പക്ഷേ പക്ക അങ്ങനെ വരില്ലെങ്കിലും ഇടയ്ക്ക് വയനാട്ടിലത്തെ സ്ലാങ്ങും നമ്മളെ വായിൽ വരും, അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ എന്താ, അപ്പം നമ്മുടെ വീട് വയനാടാണ്. എങ്കിലും കൊല്ലത്തിലൊക്കെ വരിക വെച്ചാൽ നമ്മളൊരു ട്രിപ്പ് പോലെ ആയിട്ട് വരിക. നൈസ് പൊളിയാണ്, അടിപൊളിയായിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. അപ്പോൾ
അപ്പോൾ നമ്മളെ തേയിലത്തോട്ടം പിന്നെ അപ്പോൾ പറഞ്ഞ് നമ്മൾ കുറേ കിട്ടുന്നില്ല തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് മലപ്പുറത്ത് നിന്ന് വയനാട് ട്രിപ്പ് പൊളി. എന്താ പൊളിയല്ലേ. പിന്നെന്താ, പക്ഷെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ വർഷത്തിലൊരു തവണ അങ്ങനെയൊക്കെ ഇട്ട് വരുള്ളൂ. പക്ഷെ വരിക വെച്ചാൽ 10 ദിവസം 15 ദിവസമൊക്കെ നിൽക്കുള്ളൂ. അതൊക്കെ ഉള്ള സങ്കടം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറുപ്പത്തിലാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ വല്യമ്മമാരെ മക്കളും അങ്ങനെ ഫുള്ള് പൊളിയാവും. ഇവിടെ മാമൻ്റെ മക്കളും എല്ലാവരും നല്ല അടിപൊളിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ വലുതായി കഴിഞ്ഞപ്പോൾ പലരും പല കാരണങ്ങളാൽ വരില്ല. അപ്പോൾ ഉള്ളവരൊക്കെ വെച്ചിട്ട് വരിക അങ്ങനെ. എന്നാലും പണ്ടത്തെ ഒരു രസം ഇപ്പം എല്ലാ സംഭവം അത്രേ ഉള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, നമുക്ക് തേയിലത്തോട്ടമൊക്കെ കാണല്ലേ. അതാണ് എന്തെങ്കിലും പറഞ്ഞങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്ന ആളുടെ ബോറടിപ്പിക്കും സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അധികം ബോറടിപ്പിക്കണില്ല, നമുക്ക് തേയിലത്തോട്ടത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, തോട്ടത്തിൻ്റെ എൻട്രി വരുന്നൊരു സ്ഥലം കേട്ടോ അവിടെ. അപ്പോൾ എൻട്രി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഈ ബോർഡ് സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളിപ്പോൾ നേരെ തേയിലത്തോട്ടത്തേക്ക് നടക്കാം കേട്ടോ. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണല് സംഭവം നൈസ് പൊളിയാണ്. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. ആകെ ടയർഡായി, സമയം കുറേ ആയി. പിന്നെന്താ, കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തി ഇനി നമ്മളിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.